തിരൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടൽ കർമ്മവും പ്രവൃത്തി ഉദ്ഘാടനവും കുറുക്കോളി മൊയ്തീൻ എം.എൽ.എ. നിർവഹിച്ചു. തിരൂർ മണ്ഡലം എം.എൽ.എ. കുറുക്കോളി മൊയ്തീന് പാറപ്പുറത്ത് മൊയ്തീൻകുട്ടി എന്ന ബാവഹാജി അനുവദിച്ച CSSR ഫണ്ട് 50 ലക്ഷം രൂപ ഉപയോഗിച്ച് BP അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് വേണ്ടി നിർമ്മിക്കുന്ന ക്ലാസ് മുറികളുടെ തറക്കല്ലിടൽ കർമ്മവും പ്രവൃത്തി ഉദ്ഘാടനവും കുറുക്കോളി മൊയ്തീൻ എം.എൽ.എ. നിർവഹിച്ചു. വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഒരു പരിപാടി ഈ ഓടിട്ട കെട്ടിടത്തിന്റെ ഇങ്ങേ തലക്കലുള്ള ക്ലാസ്സിൽ വെച്ച് ആ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ആ വർഷത്തെ മികവാർന്ന വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു പരിപാടി കൂടിയായിരുന്നു. അത് ഇവിടുത്തെ ദയനീയമായ അവസ്ഥയെക്കുറിച്ച് ഇവിടെയുള്ള PTA കമ്മിറ്റിയുടെ ഭാരവാഹികളും അധ്യാപകന്മാരും ഒക്കെ എന്നോട് പറഞ്ഞിരിക്കുകയുണ്ടായി. ചായയൊക്കെ തന്നപ്പോൾ ഈ പരാതി പറയാൻ, അത് കേൾക്കാനുള്ള മനസ്സുണ്ടാക്കാനുള്ള ചായയാണ് ഇത് എന്നാണ് തോന്നിപ്പോയി. എന്നാൽ വേദന പറയാൻ ഏറെയുണ്ടായി. പരാതികളും അതിലേറെ പരാധീനതകളുമുള്ള ഒരു വിദ്യാലയം. ഇവിടെ ശ്രദ്ധിക്കപ്പെട്ട പോലെ 1.5 നൂറ്റാണ്ടിലേക്ക് അടുക്കുകയാണ് നമ്മുടെ ചരിത്രം. അങ്ങനെയുള്ള ഒരു വിദ്യാലയത്തിന്റെ അകത്തെ പരിമിതികൾ വളരെയേറെ പ്രയാസകരമായി. തുടക്കത്തിൽ തന്നെ മുടങ്ങിപ്പോയ കിഫ്ബിയുടെ ഒരു ഫണ്ട് PTA പ്രസിഡന്റ് MP മുഹമ്മദ് കോയയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ പാറപ്പുറത്ത് മൊയ്തീൻകുട്ടി എന്ന ബാവഹാജി മുഖ്യാതിഥിയായി. സന്തോഷ സുദിനത്തിലാണ് ഒരു നൂറ്റാണ്ടിന് മേലെ പഴക്കമുള്ള ഒരു സ്കൂൾ, അതിൻ്റെ വികസനമില്ലായ്മ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലം, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമില്ലാത്ത SSLC പാസ്സായ ആയിരക്കണക്കായ കുട്ടികൾ മലപ്പുറം ജില്ലയിൽ പുറത്തു നിൽക്കുമ്പോൾ ഒരു ബാച്ച് അനുവദിച്ചാൽ പോലും അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയാത്ത പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മുറ്റത്താണ് നമ്മളിരിക്കുന്നത്. ഇവിടെ ഒരു പുണ്യം നിറഞ്ഞ ഒരു പ്രവൃത്തി. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് MLA ഉപഹാരം നൽകി. പാറപ്പുറത്ത് മൊയ്തീൻകുട്ടി എന്ന ബാവഹാജിയെ MLA ആദരിച്ചു. MLA PTA പ്രസിഡന്റ് MP മുഹമ്മദ് കോയയും ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മയ്യേരി നസീബ അസീസ്, തയ്യിൽ മുഹമ്മദ് അലി, അഡ്വക്കേറ്റ് മുഹമ്മദ് അഷറഫ്, ഹംസ BP അങ്ങാടി, സുരേഷ്, VHSE പ്രിൻസിപ്പൽ ദിനേശൻ മാസ്റ്റർ, HM ശാരദാമണി, പ്രദീപ് മാസ്റ്റർ, അബ്ബാസ് കുന്നത്ത് എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ റൌഫ് മാസ്റ്റർ സ്വാഗതവും മഞ്ജിര ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് 99 തിരൂർ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.